എരിയുള്ള സോസും കൂട്ടി KFC ചിക്കൻ ആസ്വദിച്ച് കഴിക്കുവാണ്. ഇത്രയും ആസ്വാദകരമായ ഈ ഫുഡിനെ പറ്റി ഒന്ന് സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മനസ്സിലായത് KFC എന്ന പേരിൽ ലോകപ്രശസ്തമായ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ ഒരു അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് ശൃംഖലയാണ്. അമേരിക്കയിലെ ലൂയിവിലാണ് KFCയുടെ ആസ്ഥാനമെന്നും 123 രാജ്യങ്ങളിലെ 20,000 സ്ഥലങ്ങളിലാണ് സാന്നിധ്യമുള്ള ഈ KFC ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഭക്ഷണശാല ശൃംഖലയാണെന്ന് പറയപ്പെടുന്നു. അമേരിക്കക്കാരനായ കേണൽ ഹാർലാൻഡ് സാൻഡേഴ്സാണ് KFC ആരംഭിച്ചതെന്നും അത് എന്ന് ആരംഭിച്ചത് 1929 1930കളിൽ ലോകമെമ്പാടും പടർന്നു പിടിച്ച രൂക്ഷമായ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അതിനാണ് ഗ്രേറ്റ് ഡിപ്രഷൻ അഥവാ മഹാസാമ്പത്തിക മാന്ദ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കാലഘട്ടങ്ങളിൽ ലോകരാജ്യങ്ങളിൽ ദാരിദ്ര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാലഘട്ടത്തിൽ കെൻഡക്കിൽ ഈ അമേരിക്കക്കാരനായ കേണൽ ഹാർലാൻഡ് സാൻഡേഴ്സ് ഒരു വഴിയോര ഭക്ഷണശാല നടത്തി വന്നു. അദ്ദേഹം ഫ്രൈഡ് ചിക്കൻ വിൽപ്പന നടത്തി. അങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം. അങ്ങനെ വെല്ലുവിളികളെ അതിജീവിച്ച കേണൽ സാൻഡേഴ്സ് KFC എന്ന ആശയം നടപ്പിലാക്കുമ്പോൾ അദ്ദേഹത്തിന് 65 വയസ്സായി. ഈ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് കുറേ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. 10ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ ഈ കഷ്ടപ്പാട്. അദ്ദേഹം തന്നെ വികസിപ്പിച്ചെടുത്ത രുചിക്കൂട്ടുകളാണ് മറ്റ് ഫ്രൈഡ് ചിക്കനുകളിൽ നിന്നും KFCയെ വ്യത്യസ്തമാക്കുന്നത്. 90ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഇന്നും KFCയുടെ ലോഗോയിലുള്ളത് അദ്ദേഹത്തിൻ്റെ ചിത്രമാണ്. കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ KFC ആയതിൻ്റെ കഥ. കുട്ടികൾക്കും മുതിർന്നവർക്കും ടേസ്റ്റി ആയിട്ടുള്ള KFC എങ്ങനെ ആസ്വദിച്ച് കഴിക്കാതിരിക്കും? പുറമേ ക്രഞ്ചിയും അകത്ത് ജ്യൂസിയുമായിട്ടുള്ള അടിപൊളി ഫ്രൈഡ് ചിക്കൻ. KFC ഒക്കെ കഴിച്ച് റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു ഭക്ഷണശാലയുടെ പേര് ഒബാമയുടെ നാടൻ ഭക്ഷണശാലയെന്ന് കണ്ട്. അമേരിക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഉടനെ തന്നെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു ഒബാമയുടെ പേരിലുള്ള നാടൻ ഭക്ഷണശാല. അമേരിക്കയിലുള്ള ഒബാമ ഇത് അറിയുന്നുണ്ടോ എന്തോ. ഒബാമയുടെ നാടൻ ഭക്ഷണശാല എവിടെയാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ.